നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജി.ആർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് അനാവശ്യ റൂട്ട് കനാൽ ചികിത്സ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു ചികിത്സ തന്നെയാണ്. പക്ഷേ അനാവശ്യ ചികിത്സ അല്ല ഒരിക്കലും. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ ചിലപ്പോൾ റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴാണ് റൂട്ട് കനാൽ ചികിത്സ ശരിക്കും ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ പല്ലുകൾക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഉൾഭാഗമായിട്ടുള്ള ദന്തമജ്ജ അല്ലെങ്കിൽ നമ്മൾ ഡെൻ്റൽ പൾപ്പിലോട്ട് ഒരു ഇൻഫെക്ഷൻ ബാധിക്കുന്ന സമയത്ത് നമ്മൾ റൂട്ട് കനാൽ ചികിത്സ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോഴാ ഒരു പൾപ്പൈറ്റിസ് അല്ലെങ്കിൽ ദന്തമജ്ജയിലെ വീക്കം മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ മാറ്റിയിട്ട് അവിടെ ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള ഗട്ടാപർച്ച എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് അടയ്ക്കുന്നതും നമ്മുടെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സകളിലൊന്നാണ് ഈ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 99% വിജയസാധ്യതയുള്ളൊരു ട്രീറ്റ്മെൻറ്റുമാണ്. ചുരുക്കം ഒരു 1% 1 മുതൽ 5% കേസുകളിൽ ചിലപ്പോൾ ചില തോതുകളിൽ ഒരു റിപ്പീറ്റഡ് ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. എൻട്രോകോക്കസ് ഫീക്കാലിസ് എന്ന് പറയുന്ന ഒരു അണു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റഡായിട്ട് 1-2 പ്രാവശ്യം ചില കേസുകളിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇൻറ്റൻഷണൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ചില കേസുകളിൽ നമ്മൾ പർപ്പസ്ഫുള്ളി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മാസീവായിട്ട് പല്ലുകളിപ്പോൾ സ്മൈൽ കറക്ഷൻ്റെ ഭാഗമായിട്ട് പല്ലുകളെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില കേസുകളിൽ കുറച്ചുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലോട്ട് അതിനെ ഷേപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പരിധിയിൽ കൂടുതൽ അത് പല്ലിനെ ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ പുളിപ്പ് വരാനും അവിടെ തന്നെ ഒരു ചെറിയൊരു പെയിൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല്ലുകൾക്ക് നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രാക്ചർ സംഭവിക്കുന്ന കേസുകളിലും അതിൻ്റെ ലെവൽ നോക്കിയിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചെറിയൊരു പുളിപ്പ് വരുന്ന കേസുകളിലും പേഷ്യൻ്റ് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഒരു അസഹനീയമായിട്ടുള്ള പുളിപ്പ് വന്നു, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത് പൾപ്പ് വരെ പോയില്ല, രണ്ടാമത്തെ ലെയറായിട്ടുള്ള ഡെൻറ്റീൻ വരെ എത്തിയുള്ളൂ. പക്ഷേ ചില കേസുകളിൽ നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോയെന്നിരിക്കും. അപ്പോൾ അത്തരം കണ്ടീഷനുകളിൽ നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യാതെ പല്ലിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബയോമൈമെറ്റിക് റെസ്റ്റോറേഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബയോമൈമെറ്റിക് എന്ന് പറയുമ്പോൾ ജൈവ അനുകരണ പദാർത്ഥങ്ങളെന്ന് പറയും. അതായത് നമ്മുടെ പല്ലിന് നേരത്തെ പറഞ്ഞു 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഏറ്റവും പുറംചട്ട എന്ന് പറയുന്ന ഇനാമലും, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്ന ഡെൻറ്റീനും, മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്ന പൾപ്പുമാണ്. അപ്പോൾ ഡെൻറ്റീൻ്റെ ഈ ഒരു ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഡെൻറ്റീൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് മാക്സിമം സിമിലാരിറ്റി ഉള്ള ചില വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ അടച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ കേട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻ എവിടം വരെയാണോ വന്നിരിക്കുന്നത് ആ ഒരു പോർഷനെ കൃത്യമായിട്ട് മാറ്റിയിട്ട് നമ്മളവിടെ പറഞ്ഞ് IDS എന്ന് പറയും, ഇമ്മീഡിയറ്റ് ഡെൻറ്റീൻ സീലിംഗ്. അവിടെ നമുക്ക് ഡെൻറ്റീൻ സീലിംഗ് വീണ്ടും നല്ല രീതിയിൽ ഒരു ടൂത്ത് മെറ്റീരിയൽ വരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ബയോമൈമെറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മളവിടെ MTA യൂസ് ചെയ്യാറുണ്ട്. മിനറൽ ട്രയോക്സൈഡ് അഗ്രഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലുണ്ട്. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ട് എൻഡുകളിൽ ഉപയോഗിക്കാം. നമ്മൾ സാധാരണയായിട്ട് ഇൻഫെക്ഷനുള്ള പല്ലുകളിലൊക്കെ ഉപയോഗിക്കുന്നൊരു പദാർത്ഥമാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ബയോമൈമെറ്റിക് ആയിട്ടുള്ള മാക്സിമം നമ്മുടെ ഡെൻറ്റീൻ എന്ന് പറയുന്ന പല്ലിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിൻ്റെ ഡെൻസിറ്റി ഒക്കെ തന്നെയായിട്ട് മാക്സിമം ആയിട്ട് ഹാർഡ്നെസ്സും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ടൂത്ത് ഫില്ലിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവയെ അടച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചില കേസുകളിൽ ഇപ്പോൾ ഡെൻ്റൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ സാധാരണ പറയുന്ന ക്രൗൺസ് ഇടാനായിട്ട് പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന സമയത്ത് പല്ലിൻ്റെ ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പല്ല് ബ്രിട്ടിലാകും. അപ്പോൾ പ്രത്യേകിച്ച് ഈ പുറകിലുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചവയ്ക്കാനൊക്കെ വേണ്ട പല്ലുകളാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു വസ്തു, ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ നല്ല ഒരു ബോൺ, അപ്പോൾ ഒരു ചിക്കൻ്റെയൊക്കെ ബോണി പീസൊക്കെ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു സപ്പോർട്ടീവ് സിസ്റ്റം എന്നുള്ള രീതിയിൽ അതിനെ ഒരു ആവരണം, ഒരു ക്യാപ്പ് കൂടിയിട്ട് അടയ്ക്കാനായിട്ട് പറയുന്നത്. ഇനി മുൻനിര പല്ലുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഒരുപാട് അതിനകത്ത് റൂട്ട് കനാൽ ചികിത്സ ചെയ്ത പല്ലുകളിലൊരു നിറവ്യത്യാസം, ഒരു ഡിസ്കളറേഷൻ കാണാറുണ്ട്. ഒരു യെല്ലോയിഷ്, ഡാർക്ക് യെല്ലോ ടു ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഉണ്ട്. ആ ഒരു അഭംഗി ഒഴിവാക്കാനായിട്ട് നമ്മൾ മുൻനിര പല്ലുകളിൽ ക്യാപ്പ് ഇടാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എല്ലാ കേസുകളിലും ക്യാപ്പ് വേണമെന്നില്ല. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പുറകിലെ പല്ലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാടായിട്ട് ടൂത്തിൻ്റെ മെറ്റീരിയലിനെ അത് മാക്സിമം ഈ പറഞ്ഞതുപോലെ ഒരുപാട് കുറയ്ക്കാത്ത രീതിയിലുള്ള കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഓൺലേ അല്ലെങ്കിൽ ഓവർലേസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ പുറകിലത്തെ പല്ലുകൾ മുൻനിര പല്ലുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുറകിലത്തെ പല്ലുകൾക്ക് കസ്പുകളെന്ന് പറയും. അതായത് പ്രത്യേകിച്ച് അണപ്പല്ലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റൈസ് ചെയ്തിരിക്കുന്ന 4 പോർഷൻസ് ഇങ്ങനെയുണ്ട്.
നന്നായിട്ട് ഇങ്ങനെ റേസ് ചെയ്ത് നിൽക്കുന്ന 4 ഏരിയാസ് ഉണ്ട്. നമ്മൾ അതിനെയാണ് കസ്പ് എന്ന് പറയുക. അപ്പോൾ ഈ കസ്പ് ഏതെങ്കിലും ഒരു കസ്പാണ് ഫ്രാക്ചർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ കസ്പ് മാത്രമായിട്ടും റെസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 4 കൊമ്പുകൾ പോലെ ഇരിക്കുന്ന ഏരിയയാണ് നമ്മൾ കസ്പ് എന്ന് പറയുക. അപ്പോൾ ഇതിലൊരു കൊമ്പ് പോലത്തെ സാധനമാണ് ഒടിഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രമേ ഒരു ഫ്രാക്ചറും കേടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഫുൾ ടൂത്തിനെയും ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ടോട്ടലി ഒരു ക്യാപ്പ് കൊടുക്കുന്നതായിരിക്കും ചെയ്യുക. പക്ഷേ അത് ഒരുപാട് ടൂത്ത് സ്ട്രക്ചർ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസർവേറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളമാണോ നിങ്ങൾക്ക് നാച്ചുറൽ ടൂത്ത് പ്രിസർവ് ചെയ്യാൻ പറ്റുക അത്രത്തോളം നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എവിടെയാണോ കേട് വന്നിട്ടുള്ളത്, എവിടെയാണോ ഫ്രാക്ചർ സംഭവിച്ചിട്ടുള്ളത്, ആ ഒരു ഏരിയ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു കൊമ്പ് പോലത്തെ കസ്പ് മാത്രമാണ് പൊട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം നമുക്ക് വേണമെങ്കിൽ റെസ്റ്റോർ ചെയ്യാം. നമ്മളതിനെ പറയുന്നതാണ് ഓൺ ലേസ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതുപോലെ തന്നെ ഒരു ഏരിയ മാത്രം ജസ്റ്റ് ഒന്ന് റെസ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ലേസ് എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ട് ക്രൗൺസ് ആയിട്ട് കൊടുക്കേണ്ടത് ടേബിൾ ടോപ്പ് റെസ്റ്റോറേഷൻ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് ആ ക്രൗൺസും അവോയ്ഡ് ചെയ്തിട്ട് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ തരത്തിലുള്ള റെസ്റ്റോറേഷൻസ് അല്ലെങ്കിൽ ഫില്ലിങ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലോട്ട് റിസർവ് ചെയ്ത് വെച്ചുകൊണ്ട് മൈനറായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം പൾപ്പിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഉൾക്കാമ്പിലോട്ട് എത്താത്ത തരത്തിലുള്ള എന്നാൽ വളരെയധികം പെയിനോ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ജൈവാനുകരണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ബയോമൈമറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബയോമൈമറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചറായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നമസ്കാരം.